ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ചേച്ചി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടില്ലേ എന്ന്. പേടിക്കണ്ട, 45 വയസ്സിന് ഉള്ളിലുള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടാൽ മാത്രമേ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് അറിയാൻ പറ്റൂ. ഫോൺ വഴി തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കുറഞ്ഞൊരു അഡ്മിഷൻ ഫീസ് ഉണ്ടായിരിക്കും. മാത്രമല്ല, നമുക്ക് ഫോണിൻ്റെ അത് അയക്കേണ്ട ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് 5 വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സമയമുണ്ട്. അപ്പോൾ എല്ലാവർക്കും സമയമുണ്ടെന്ന് വെച്ചാൽ ഒരുപാടില്ല. അപ്പം ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് പറയാം. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഗ്രാമീൺ ഡാക് സേവക് GDS തസ്തികയിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM ഓർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM ഡാക് സേവക് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 44,228 ഒഴിവുകളാണ് ആകെയുള്ളത്. യോഗ്യത പറയാം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇംഗ്ലീഷും ഗണിതവും പഠിച്ചിരിക്കണം. പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം. പിന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. സൈക്ലിംഗ് പരിജ്ഞാനം. പ്രായം പറയുന്നത് 18നും 40നും ഇടയിലുള്ളവർക്കാണ്. SC ST OBC PWBD EWS തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ശമ്പള വിവരം എന്ന് പറയുന്നത് BPMനാണെങ്കിൽ അപേക്ഷിക്കുന്നതെങ്കിൽ 12,000 മുതൽ 29,380 രൂപ വരെയാണ് സാലറി. ABPMന് വേണ്ടിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 10,000 മുതൽ 24,470 രൂപ വരെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതാണ്. ഇനി അപേക്ഷ ഫീസ് വരുന്നത് വനിതാ SC ST PWDന് ഫീസ് ഉണ്ടായിരിക്കില്ല. മറ്റുള്ളവർക്ക് പറയുന്നത് 100 രൂപയാണ്. 10ാം ക്ലാസ്സിലെ മാർക്ക് ഓർ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കൽ. അപ്പോൾ താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ കൂടുതൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് അതിൻ്റെയും കൊടുക്കുക. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും കൂടി മനസ്സിലാക്കാം. പ്രായം, മറ്റു കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അപേക്ഷിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റിൽ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതുവഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടട്ടെ. പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.